സത്യഭാമ ചേച്ചി പറഞ്ഞതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് 2-3 ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അവർ പറയുന്ന കുറേയധികം വിടുവായത്തരങ്ങൾ പലരും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട് കേൾക്കാം. ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരന്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാ. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകവും ഒന്നും ഇല്ലാണ്ടല്ല നീ നിന്റെ അമ്മയുടെ വയറ്റിന്ന് വന്നേ. നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? ചേട്ടോ കൂട്ടിയിട്ടുള്ളോ കേട്ടാ? നീ എന്നെ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകണം എനിക്ക്. നീ കൊച്ചത് കിട്ടിയത് പോരാന്ന് പറഞ്ഞില്ലേ? നീ ബാക്കിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക്. എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ. നീ അന്വേഷിച്ച് പിടിച്ചു വാ. നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എന്റെ വീട് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ കയറിക്കോ. സത്യഭാമട്ടി കലാമുള്ള സത്യഭാമയുടെ വീണ്ടും പോകണമെന്ന് നടയിൽ കൊണ്ടു നിർത്തി തരും. അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാണ് നീ. ഞാൻ ഒരു പടമൊക്കെ എടുത്തിട്ടേ ആഷിക്ക് നിനക്ക് അമ്മയുണ്ടടാ വീട്ടില്? നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ. പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത്. എന്താ ആഷിക്ക്? ഐസക്ക്. ഓ കണ്ടിട്ട് നീ മാപ്പിളയെന്ന് പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട്. പരിശുമറിയ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തലയെടുക്കണേ കർത്താവേ. ഡെയ്സി ജെന്നി പിടിച്ചേടി നിനക്ക്? അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ടാണല്ലോ കണ്ടേക്കണം. ഡെയ്സി ജെന്നി. അയ്യോ ജെന്നി 2 ഉണ്ട്. അപ്പൊ അത് ഇത്തിരി കടുപ്പമുള്ള ജെന്നി ആയിരിക്കുമല്ലോ. ഭയങ്കര ജെന്നിയാണല്ലോ നിനക്ക്. എന്റെ തറവാടാണ് കലാമണ്ഡലം. പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡെയ്സിയെ ജെന്നിക്കാരിയെ? നീ ജെന്നി പിടിച്ച് ചാവുള്ളൂടി കേട്ടാ. ബസ്സിൽ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും. നീ അവളുടെ ആളാണ് നീലേ. അയ്യോ ആ മൊട്ടച്ചിയുടെ ആളാണ്. അതറിഞ്ഞില്ല കേട്ടാ ഡെയ്സി. അയ്യോ എന്നാടി ആ പെണ്ണുമ്പിള്ളക്ക് കാറൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മകൻ ഒരു പെണ്ണിനെ മോശപ്പെടുത്തുകയും ആ പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം നൽകി അവൾക്കൊപ്പം ചേർന്ന് നിന്ന് അവളെ ചതിച്ചിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു കാരണവുമില്ലാതെ ആരുടെയൊക്കെ വായിരിക്കുന്ന കേട്ടിട്ട് എനിക്കെതിരെ വീഡിയോസ് കോൺസ്റ്റന്റ്ലി ഇടുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ അവളോട് ഡയറക്റ്റ് സംസാരിച്ച് കാര്യം അന്വേഷിക്കുമ്പോഴാണ് പറഞ്ഞത്, ചേച്ചി എന്നെ ട്രാപ്പിൽപ്പെടുത്തി എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് തിരുത്തി പറയുകയും മാറി ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം ഇവിടെ നിൽക്കട്ടെ. എനിക്ക് ഇവരെ നല്ല പരിചയമുണ്ട്. അന്ന് മറ്റൊരു യൂട്യൂബർ അടുത്ത് പോയിട്ട് ഈ സത്യഭാമ സ്ത്രീ ഇവർ പോയി പറഞ്ഞത് ത്രീ വിളിക്കുന്ന സ്ത്രീയാണ്, ത്രീ മാത്രം പറയുന്ന സ്ത്രീയാണ്, തെറി വിളിക്കുന്നത് നമ്മളുടെ മാന്യതയ്ക്ക് ചേർന്നതല്ലെന്ന്. അങ്ങനെയുള്ള ചേച്ചി ഇപ്പം എന്താ ഈ തെറി വിളിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു കൗതുകമാണ്. ആ സ്റ്റോറിയിലേക്ക് പോയത് വലിയ സ്റ്റോറി ആയതുകൊണ്ടാണ് പറയാൻ തരുന്നത്. അന്ന് വോയിസിൽ, അതായത് ഫോണിൽ കൂടെ ത്രൂ ആ യൂട്യൂബറോട് സംസാരിക്കുമ്പോൾ ഇവരുടെ വോയിസ് എനിക്ക് പുറത്തിടേണ്ടി വന്നു. ഇവരുടെ സ്വന്തം മകനെ പറ്റി വളരെ മോശപ്പെട്ട കാര്യം പറയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഒരു പ്ലംബർ വരികയോ ഒരു ഇലക്ട്രീഷ്യൻ വരികയോ അല്ലെങ്കിൽ വീട്ടിൻ്റെ എന്തെങ്കിലും പാച്ച് വർക്കിന് വേണ്ടി ആരെങ്കിലും വരികയോ അവരെ ചേർത്ത് വെച്ച് എൻ്റെ മകൻ എന്നെ പറയാറുണ്ട് എന്ന് വളരെ വേദനയോടുകൂടി എന്നോട് സംസാരിച്ച സ്ത്രീയാണ്. ഓർത്തോണം. ഇപ്പോൾ ഈ കാണിക്കുന്ന ഭ്രാന്തിൻ്റെ ആ തുടക്കമാണ്. പക്ഷേ ഇതിന് കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്ത്രീക്ക് കർശനമായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കലാഭവൻ മണിയുടെ അനിയനെ അവൻ്റെ ജാതി പറഞ്ഞും അവൻ്റെ കളർ പറഞ്ഞും അധിക്ഷേപിച്ചതിന്. റാസിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഗൻസ്റ്റ് ആക്കപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളിവിടെ നിയമങ്ങൾ അതിൻ്റെ കൃത്യതയോടെ പാലിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിയമപാലകർ കൃത്യമായി ആക്ഷൻ എടുക്കുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. ആ ഭയം ഇല്ലാതായി ആ സ്ത്രീക്ക്. അവർ കൊടുത്ത ആ ഒരു അപ്പീലിൻ്റെ പുറത്ത് അവർക്ക് ജാമ്യം കിട്ടി. മുൻകൂർ ജാമ്യം കിട്ടുകയും അവർ സേഫ് സൈഡിലേക്ക് പോയപ്പോൾ പണമുണ്ടെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടും, നമുക്ക് എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള തൻ്റെ ഇടം അവരിലേക്ക് എത്തപ്പെട്ടു. അതുകൊണ്ടാണ് ആ സ്ത്രീ നിരന്തരം ഇരുന്നു കൊണ്ട് ഇതുപോലെ പോക്കൃത്തരം പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ കഥയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നാഗസൈരന്ധ്രയെ എല്ലാവരും ഒരു സമയത്ത് തെറി വിളിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തെറി വിളിക്കുന്ന അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ആ ചൊടിപ്പീരാണ് ഇപ്പം നിങ്ങൾ അവരുടെ വായിൽ കൂടെ കേട്ട ഈ ഒരു കാര്യം. പിന്നെ അവർ പറഞ്ഞ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം, അവർ മുമ്പ് പറഞ്ഞ കാര്യത്തിന് അവർ റിപ്പീറ്റഡ്ലി അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്നു, ആ പറഞ്ഞത് സത്യമാണ് എന്ന രീതിയിൽ അവർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കേൾക്കാം. ഞാനിത് വീഡിയോ ആയിട്ട് ഇവിടെ എടുത്തിടത്തില്ല. ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. കറുപ്പിനെ കുറിച്ച് പറഞ്ഞ് മോഹിനിയാട്ട
മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടം. അതിൻ്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ലേ? അതെനിക്ക് പറയാൻ പാടില്ലേ? അതാണ് അവിടെയായിരുന്നു ഏറ്റവും വലിയ വന്നത്. ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു സൗന്ദര്യത്തിന് കളറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന, മൈക്ക് കൊടുത്ത് വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലാന്നേ ഞാൻ പറയുന്നു. അപ്പോഴോ നല്ല സുന്ദരി സുന്ദരി പറ്റില്ല. അല്ല, ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ വീട്ടില് സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു തർക്ക വിഷയമാണ്. കാരണം ഓരോരുത്തരുടെയും ഞാൻ കണ്ടത് എന്റെ വീട്ടില് ഞാൻ ഈ പ്രശ്നം വന്നപ്പോ ഞാൻ ഒരു മീഡിയക്കാരും വിളിച്ചില്ല. ഒരു 10-60-70 പേരോട് എന്റെ വീട്ടിൽ ഇടിച്ചു കയറി വന്നാലും ആരും അതിനകത്തില്ല. പിന്നെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ഫംഗ്ഷൻ ഒരു സ്റ്റേജിൽ നടക്കുന്ന നല്ലൊരു പ്രോഗ്രാം നടക്കാം. അതിനകത്ത് ഒരു 5-6 ഗസ്റ്റുകൾ ഇരിപ്പുണ്ട് വേദിയില്. ഈ വേദിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പൊക്ക കിടക്കാം കുട്ടികളെ. ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ വീട്ടിൽ വന്നവരിൽ ആരും സുന്ദരികളില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ഇല്ല, അത് അവര് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഏറ്റവും വൃത്തികെട്ടപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ടീച്ചറെ എന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എന്റേതായിരുന്ന മൂട് ഊത്തി ഞാൻ ഇടിച്ചിട്ടുണ്ടാവും. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു കൂത്തച്ചികൾ. ഇത് കൂത്താണ്. ഈ കൂത്തിന് ഒരു അക്സെപ്റ്റൻസ് കൊടുത്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒരു കലയാണെന്നും ആ കല നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും അത് എടുക്കുകയും എല്ലാവരും അത് പഠിക്കാൻ തയ്യാറാവുകയും അരങ്ങേറ്റങ്ങൾ കോൺസ്റ്റന്റ്ലി നടക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ കൂത്ത് എന്നുള്ളത് മാറി അതിനെ ഒരു മനോഹരമായ കല, നടന കല എന്ന രീതിയിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവങ്ങൾ പോലും ആഹ്ലാദ നൃത്തം നടത്തുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യണമെന്നൊരു കൺസെപ്റ്റിലേക്ക് പൊതുസമൂഹം മാറി ചിന്തിച്ചത്. പണ്ട് ഇതിനെ കൂത്തച്ചി ഇത് തന്നെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സ്ത്രീ മുഴുക്ക ഇങ്ങനെ മാറാനും ഇത്തരം പോക്കൃത്തരങ്ങൾ പറയാനുമുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നിയമത്തിന്റെ സ്ട്രെങ്ത് ഇത്രയേ ഉള്ളൂ. എന്ത് പോക്കൃത്തരവും പറയാം, പിന്നെ മുൻകൂർ ജാമ്യം കൊടുത്താൽ രക്ഷപ്പെടാം. ഇത്തരം കേസുകളിൽ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിച്ചു കൊടുക്കരുത്. ഈ സ്ത്രീയുടെ ജാമ്യം റദ്ദാക്കാനുള്ള തീരുമാനമാണ് ഗവൺമെന്റ് ആയിട്ട് ഏറ്റെടുക്കേണ്ടത്. അതിനൊരു പരാതിക്കാരെ പോലും വെക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് സ്വമേധയാ കേസെടുത്തിട്ട് ഇവരുടെ ജാമ്യം പിൻവലിച്ച് ഒരു 14 ദിവസത്തേക്കെങ്കിലും ഇവരെ പിടിച്ച് അകത്തിട്ടാൽ മേൽക്കൊണ്ട് ഇവർക്ക് ഇതുപോലെ വൃത്തികേട് പറയണമെന്ന് തോന്നത്തില്ല. ഇപ്പൊ ഇവരിത് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഗസൈരന്ധ്രി റീസെന്റ് ഒരു കട ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ടിരുന്നു. അവർക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് അവർ തെറി വിളിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടാണ് ആദ്യം ഞാൻ കാണിച്ച വീഡിയോയിൽ അവർ തെറി വിളി തുടങ്ങിയിട്ടുള്ളത്. ഈ പറയുന്ന സ്ത്രീയാണ് മുൻപ് ഞാൻ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ലൈവ് വീഡിയോസിൽ നമ്മളെ വന്ന് മോശം പറയുമ്പോൾ തിരിച്ച് പറയുന്നതിനെയാണ് അവർ തെറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ ചെയ്തതും ഏകദേശം സിമിലർ സംഗതിയാണെന്ന് ഞാൻ പറയുന്നു. അത് കുറ്റമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ശരിയാണ്. സ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് നമ്മളെ പറയുന്നവരെ നമ്മൾ തിരിച്ച് രണ്ടങ്ങോട്ട് പറയുന്നത്. പക്ഷേ അത് ഇവർ തുടങ്ങാനുള്ള കാരണം നാഗസൈരന്ധ്രിയാണ്. അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അവർക്ക് താങ്ങാനാവുന്നില്ല. ആ ഒരു അക്സെപ്റ്റൻസ് അവർക്കുണ്ടാവണം. എല്ലായിടത്തും നടന്നൊന്ന് ഉത്കടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് ഫേമസ് ആവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ഒരു നടനകല, അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന, അതിനെ അത്രത്തോളം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ജീവിതചര്യയുള്ള ഒരു സ്ത്രീ ഇരുന്നു കൊണ്ടാണ് ഈ പോക്കർത്തരം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കലാമണ്ഡലം പോലും ഇവരിൽ നിന്ന് ആ പേര് തിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരത് വിട്ടിട്ടില്ല. ഇവർ വീണ്ടും ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീക്ക് വേണ്ടത് അർജന്റ് മെഡിസിനാണ്. ദാറ്റ് മെഡിസിൻ ഓൺലി ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഇവരെ പിടിച്ച് അകത്തിടുക എന്നുള്ളതാണ്. ഇവരെ ഇന്റർവ്യൂവിന് പോലും ആരും വിളിക്കരുത്. കാരണം നിങ്ങൾ പോലും പ്രതിക്കൂട്ടിലാകും. ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉത്തരവാദിത്തം ആ പറയുന്ന ചാനൽ കൂടെ ഏറ്റെടുക്കേണ്ട ഗതികളിലേക്ക് വരുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തിനാണ് ഇതിനെയൊക്കെ പിടിച്ച് തൂക്കി തലയിൽ വെക്കുന്ന? തൃശ്ശൂറുകാരി തിരുവനന്തപുരം ജില്ലയിൽ വന്ന് കിടന്ന് കാണിക്കുന്ന കൊണാഫിക്കേഷനാണ്. ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിയ ലോട്ടറി ടിക്കറ്റിൽ കിട്ടിയ പൈസ കൊണ്ട് ഭർത്താവിനെ അടിച്ചു കളഞ്ഞൊരു വീടും വെച്ചിട്ട് അതിനകത്ത് കയറിയിരുന്ന് മകനെ തോന്നിവാസവും പറഞ്ഞ് മകന്റെ ജീവിതവും നശിപ്പിച്ച് 2 പെൺകുട്ടികളെ അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞു. 3ാമതൊരു പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ കേസുമായി ഇടപെടുന്നത്. ഈ സ്ത്രീ മുഴുക്ക ഭ്രാന്തിയാണ്. ഇതിന്റെ ഭ്രാന്ത് മാറാൻ ഇതിനെ ചങ്ങലക്കിടുകയെ നിവർത്തിയുള്ളൂ. ഇതിന്റെ അടുത്തേക്ക് മൈക്കും കൊണ്ട് പോകുന്ന നിങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. പൂർണ്ണമായും തെറ്റായ ഒരു മെസ്സേജ് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഇത്തരം ചാനലുകളെ പോലും ബഹിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കറുപ്പും വെളുപ്പും അതിനെപ്പറ്റിയുള്ള ഒരു ഭയങ്കര ഡിസ്കഷൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
തീർച്ചയായിട്ടും നിറവ്യത്യാസത്തിലോ, അതായത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നിറത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലായാലും വേർതിരിവുകൾ പാടില്ല എന്നും അത് വലിയ ക്രൈമാണെന്ന് പറയുന്ന ഭരണഘടനയെ ലംഘിച്ച് ഭരണഘടനാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീ രാജ്യദ്രോഹ കുറ്റത്തിന് അർഹയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോധമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക, അറ്റ്ലീസ്റ്റ് കംപ്ലൈന്റ് എങ്കിലും എഴുതി അയക്കുക എന്നുള്ളതാണ്. എന്താണ് ഷെഫീന ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസങ്ങളിൽ എനിക്കത് തീർത്തും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിത് ചെയ്താൽ പോലും പ്രയോജനമുണ്ടാകത്തില്ല. അപ്പോഴും പറയുന്ന മറ്റെന്തെങ്കിലും ആയിരിക്കും, കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ അഭിപ്രായം പറയാത്തത്. മനസ്സിലായ കാര്യം പറയുന്നതിന് A to Z എൻ്റെ പഴയ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മനസ്സിലാകും. ഈ സ്ത്രീ മുഴുനീള ഭ്രാന്ത് മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ്. സ്വന്തം ജീവിതത്തിൽ പോലും ഒരു സക്സീഡ് ചെയ്ത ലൈഫ് ഹിസ്റ്ററി അല്ല അവർക്കുള്ളത്. അത് മാത്രവുമല്ല, അവരുടെ മകൻ്റെ ലൈഫ് അവർ കുളമാക്കിയിട്ടുണ്ട്, മറ്റൊരുപാട് പെൺകുട്ടികളുടെ ലൈഫ് കുളമാക്കിയിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ട് ഈ അവഹേളനവും അപരാധവും പറയുന്നത് അസൂയ കൊണ്ട് മാത്രമാണ്. തനിക്ക് എത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മറ്റുള്ളവർ നിൽക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ്, ആ ഒരൊറ്റ അഹങ്കാരം കൊണ്ടാണ് അവർ ഈ പോക്കൃത്തരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇതിൻ്റെ മുഴുക്ക ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനാണ്. കാരണം ആക്ഷൻ എടുക്കേണ്ട സമയത്ത് കൃത്യമായി ആക്ഷൻ എടുക്കാതെ അവരുടെ വയസ്സും പ്രായവും പരിഗണിച്ചുകൊണ്ട് ഇളവ് കൊടുത്തതാണ്. അവർക്ക് വയസ്സിൻ്റെ കോളാറല്ല, അവർക്ക് അഹങ്കാരവും കുത്തിക്കഴപ്പുമാണ്. അതാണ് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.